ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ റിന്യൂവൽ ചെയ്യുക, പുതുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള സേവനങ്ങളെല്ലാം തന്നെ passportindia.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു ID നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ID ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോക്കുക. ഇനി നമുക്ക് പുതുക്കാനായിട്ട് നമ്മൾ പോകുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് എന്തൊക്കെ ഡോക്യുമെന്റുകൾ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പുതുക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് എന്നുള്ളത് പഴയ പാസ്പോർട്ട് മാത്രമാണ് നോർമലി. പഴയ പാസ്പോർട്ട് പ്ലസ് ആധാർ കാർഡ് മാത്രമാണ് നോർമലി ആവശ്യമുള്ളത്. എന്നാൽ ചില സമയങ്ങളിലൊക്കെ അതിന് മാറ്റം വന്നേക്കാം. അതായത് പുതുക്കൽ നടപടിക്രമങ്ങളുടെ കൂടെ തന്നെ തിരുത്തൽ നടപടിക്രമം കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ തിരുത്തുന്ന സമയത്ത് നമുക്ക് ഓരോന്നിനും വ്യത്യസ്തമായിട്ട് ഡോക്യുമെന്റ്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകൾ ആവശ്യം വന്നേക്കാം. ഫോർ എക്സാമ്പിൾ, അഡ്രസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് തെളിയിക്കുന്ന പ്രൂഫ്, പേര് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അഫിഡവിറ്റ് കാര്യങ്ങൾ. പിന്നെ 10ാം ക്ലാസ് പഠിക്കാത്ത കുട്ടി മുന്നേ 10ാം ക്ലാസ് പഠിക്കാത്ത കുട്ടിയായിരുന്നു. ആ കുട്ടി 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിലേക്ക് വേണ്ടുന്ന, അല്ലെങ്കിൽ മൈനറിൽ നിന്ന് മേജറിലേക്ക് മാറുന്ന സമയത്ത് സ്കൂൾ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഓരോ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നേക്കാം. ഇനി നഷ്ടപ്പെട്ടു പോയ കേസുകളാണെങ്കിൽ അത് നമ്മൾ റീഇഷ്യൂ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തുക. നഷ്ടപ്പെട്ടു പോയ കേസുകളിൽ സമീപിക്കുന്ന സമയത്ത് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ടിന്റെ കോപ്പി അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ എന്തെങ്കിലും പ്രിന്റ് കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് പാസ്പോർട്ട് നമ്പർ അന്വേഷിച്ചിട്ട് കോഴിക്കോട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പാസ്പോർട്ട് ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പാസ്പോർട്ട് ഓഫീസുമായിട്ട്, പാസ്പോർട്ടിന്റെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുമായിട്ട്, പാസ്പോർട്ട് സേവാ കേന്ദ്രമല്ല, പാസ്പോർട്ട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പാസ്പോർട്ടിന്റെ നമ്പർ കണ്ടുപിടിക്കണം. അതിനുശേഷം പത്രങ്ങളിൽ പരസ്യം കൊടുക്കണം. 2 പത്രങ്ങളിൽ പരസ്യം കൊടുക്കണം. അതിനുശേഷം പത്രത്തിന്റെ കട്ടിങ് എടുത്ത് പോലീസുമായിട്ട് കംപ്ലൈന്റ് കൊടുക്കണം. പോലീസിൽ നിന്ന് ഒരു റിപ്പോർട്ട് വാങ്ങിക്കണം. ഈ റിപ്പോർട്ടുമായിരിക്കണം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷ കൊടുക്കുന്നത്. ഇനി എങ്ങനെയാണ് കൊടുക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് യൂസർ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു സ്ഥലത്തേക്കാണ് നമ്മൾ വരിക. ഇവിടെ അപ്ലൈ ഫ്രഷ് അല്ലെങ്കിൽ റീഇഷ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷനുകൾ നമുക്ക് വരും. നമുക്ക് എന്തെങ്കിലും തിരുത്താനോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. അതായത് നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഡ്രസ്സ് തിരുത്തൽ, പേര് തിരുത്തൽ, സ്പൗസ് നെയിം തിരുത്തൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് അഡീഷണൽ ആയിട്ട് വരുന്ന അടുത്ത ഏതാണ് ഓപ്ഷൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനിയുള്ള പാസ്പോർട്ട് ഡാമേജ് ആയതാണെങ്കിൽ ഡാമേജ് പാസ്പോർട്ട് കൊടുക്കാം. പേജ് തീർന്നു പോയ കേസുകളാണെങ്കിൽ പേജസ് കൊടുക്കാം. നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ട് ആണെങ്കിൽ അതിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനിയല്ല പാസ്പോർട്ട് എക്സ്പയർ ആയിട്ട് മോർ ദാൻ 3 years ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനിയല്ല 3 വർഷത്തിനുള്ളിലാണ് അല്ലെങ്കിൽ എക്സ്പയർ ആവാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിവിടെ സെലക്ട് ചെയ്യാം. പാസ്പോർട്ട് എക്സ്പയർ ആവുന്നതിന്റെ 1 വർഷം മുന്നേ നമുക്ക് പുതുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ നോർമൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. 36 പേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അപേക്ഷകന്റെ പേര് എങ്ങനെയാണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. കാരണം നമ്മളിപ്പം തിരുത്താനൊന്നും അവിടെ ടിക്ക് ചെയ്തിട്ടില്ല. ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, പേര് തിരുത്തലൊക്കെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണോ പുതിയ നെയിം അതായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അഡ്രസ് എന്താണോ അതായിരിക്കും നമ്മൾ പുതിയതായിട്ട് കൊടുക്കേണ്ടത്. ജെൻഡർ സെലക്ട് ചെയ്യുക. അടുത്ത ഓപ്ഷനുകൾ യെസ് ഓർ നോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്ലേസ് ഓഫ് ബർത്ത് എന്നുള്ള ഭാഗത്ത് നമ്മുടെ സിറ്റി ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ജില്ല സെലക്ട് ചെയ്യുക. സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് ഇവിടെ സിംഗിൾ ആണോ ഡിവോഴ്സ്ഡ് ആണോ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് എംപ്ലോയ്മെന്റ് ടൈപ്പ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എംപ്ലോയ്മെന്റ് ഏത് തരത്തിലുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗവൺമെന്റ് എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ പുതുക്കുന്ന സമയത്തായാലും NOC നിർബന്ധമാണ്, അല്ലെങ്കിൽ അതിന്റെ ഫോം, അഫിഡവിറ്റ് നിർബന്ധമാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് എന്താണ് വിദ്യാഭ്യാസ യോഗ്യത, 10th പാസ് ഓർ എബോവ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗവൺമെന്റ് സർവന്റ് ആയിട്ട് സ്പൗസോ അല്ലെങ്കിൽ മൈനർ കേസുകളിൽ അച്ഛനോ അമ്മയോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് യെസ് ഓർ നോ കൊടുക്കുക. അടുത്തായിട്ട് ആധാർ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അതിന് മുന്നുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. നിർബന്ധമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. ആധാർ നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എഗ്രി ബോക്സ് ടിക്ക് കൊടുക്കുക. ഇനി ആധാർ നമ്പർ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ആധാർ എന്നുള്ളത് മാൻഡേറ്ററി ഡോക്യുമെന്റ് അല്ല.
ആധാർ നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും. അത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ആധാർ നമ്പർ ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കൺസെന്റ് ബോക്സ് ടിക്ക് ചെയ്യാതെ തന്നെ നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവുക. അടുത്തതായിട്ട് ഫാദർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, മദർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മദർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സർനെയിം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ലീഗൽ ഗാർഡിയൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ നോർമലി ഫാദർ നെയിമും മദർ നെയിമും കൊടുക്കുന്ന സമയങ്ങളിൽ ലീഗൽ ഗാർഡിയന്റെ നെയിം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഭാഗത്തോട്ട് വരിക. ഇവിടെ അഡ്രസ് ആണ്. അഡ്രസ് എന്നുള്ള ഭാഗത്ത് ആദ്യം തന്നെ ഹൗസ് നെയിം കൊടുക്കുക. ഹൗസ് നെയിം ടൈപ്പ് ചെയ്തു, ഒരു കോമ ഇടുക. അടുത്തതായിട്ട് പോസ്റ്റ് ഓഫീസാണ് നമ്മൾ കൊടുക്കേണ്ടത്. പോസ്റ്റ് ഓഫീസ് ടൈപ്പ് ചെയ്ത് PO എന്ന് ടൈപ്പ് ചെയ്ത് കോമ ഇടുക. അതിനുശേഷം അടുത്ത കോളത്തിൽ ലൊക്കാലിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏരിയ ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ജില്ല സെലക്ട് ചെയ്യുക, പോലീസ് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ജില്ല സെലക്ട് ചെയ്യുന്ന സമയങ്ങളിൽ ചില ജില്ലക്കൂടെ സിറ്റി റൂറൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷൻ അതനുസരിച്ചിട്ടായിരിക്കും മാറി വരിക. അപ്പൊ നമുക്കിവിടെ സിറ്റിയിൽ കൊടുത്തിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നില്ലെങ്കിൽ റൂറലിലോട്ട് മാറ്റി കൊടുക്കുക. പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടെലിഫോൺ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് പെർമനന്റ് അഡ്രസ് അവൈലബിൾ ആണോ എന്നുള്ളതാണ്. യെസ് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ യെസ് കൊടുത്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്ത ബോക്സും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഏതെങ്കിലും ഒരാളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അവിടെ പേര് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അഡ്രസ്സ് വേണം നിർബന്ധമൊന്നുമില്ല. അടുത്തായിട്ട് നമ്മൾ രണ്ടാമതൊരു മൊബൈൽ നമ്പറോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടെലിഫോൺ നമ്പർ ഇമെയിൽ ID കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് പഴയ പാസ്പോർട്ട് നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നുള്ള ഭാഗത്ത് ഏത് സമയത്താണ് അത് ഇഷ്യൂ ചെയ്തെന്നുള്ള ഓപ്ഷനാണ്. സോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് എക്സ്പയർ എന്നുള്ള ഭാഗത്ത് എപ്പോഴാണ് എക്സ്പയർ ആവുന്നത് ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് പ്ലേസ് ഓഫ് ഇഷ്യൂ എന്നുള്ള ഭാഗത്ത് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പേരായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക. PSK അല്ല, പാസ്പോർട്ടിനകത്ത് ഉണ്ടാവും, അത് കൊടുക്കുക. ഫയൽ നമ്പർ എന്നുള്ള ഭാഗത്ത് ഫയൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. നോ കൊടുക്കുക. അടുത്ത ഓപ്ഷൻ നോ കൊടുത്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തത് നോർമലി നമ്മൾ എപ്പോഴും പാസ്പോർട്ടിന് ചെയ്യുന്ന പോലെ തന്നെയാണ്. കുറച്ച് വ്യക്തിഗത വിവരങ്ങളാണ് ഇവിടെ. എസ് ഓർ നോ ഉള്ളത്. കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഡിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നതാണോ, എമർജൻസി സർട്ടിഫിക്കറ്റ് വന്നതാണോ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അത് കൃത്യമായിട്ട് വായിച്ചു നോക്കി യെസ് ആണോ നോ ആണെന്ന് കൃത്യമായിട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് പാസ്പോർട്ടിന്റെ പ്രിവ്യൂ ഇവിടെ കാണിക്കും. അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ഫാദർ നെയിം, മദർ നെയിം, സ്പൗസ് നെയിം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് പ്രൂഫ് ഓഫ് ബർത്ത് ആയിട്ട് നമ്മൾ ആധാർ കാർഡ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അഡ്രസ് ആയിട്ടും ആധാർ കാർഡ് തന്നെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ അഫിഡവിറ്റ് കാര്യങ്ങൾ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പാസ്പോർട്ട് ഡാമേജ് ആയിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ, ലോസ്റ്റ് കേസുകളാണെങ്കിൽ ഇവിടെ അനക്സർ F കൊടുക്കണം. അല്ലാത്ത കേസുകൾ അനക്സർ കൊടുക്കേണ്ട ആവശ്യം. പ്ലേസ് കൊടുക്കുക. നമ്മൾ അപേക്ഷ കൊടുക്കുന്ന പ്ലേസ് കൊടുക്കുക. കൃത്യമായിട്ട് ഉള്ള പ്ലേസ് തന്നെ കൊടുക്കണം, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലോക്കൽ ഏരിയ കൊടുക്കാം, അല്ലെങ്കിൽ ജില്ലയുടെ പേര് കൊടുക്കാം. സബ്മിറ്റ് ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഓൺലൈൻ പേയ്മെന്റ് തന്നെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൊക്കേഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന PSK ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കസ്റ്റമർക്ക് എവിടെയാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഡേറ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഡേറ്റ് ഇവിടെ ഗ്രീനിൽ കാണിക്കുന്നുണ്ടാവും, അതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം പേ ആൻഡ് ബുക്ക് അപ്പോയിന്റ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാം, നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ UPI ആണെങ്കിൽ UPI ഉപയോഗിക്കാം. UPI ആണെങ്കിൽ UPI ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ UPI ഓപ്ഷൻ ഉണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കാർഡ് ഉപയോഗിക്കാം. കാർഡ് വേണമെങ്കിൽ കാർഡ് സെലക്ട് ചെയ്യുക. കൺഫേം ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കൺഫേം ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന സ്ലിപ്പ് കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കുക. കൂട്ടത്തിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പാസ്പോർട്ടിന്റെ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത്.